ഹലോ വെൽക്കം എവരിവൺ. ഇത് ഒനിഡ 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വി ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡ് ആണ്. അപ്പോൾ ബോർഡൊക്കെ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബോർഡാണ്. അപ്പോൾ LOT കപ്പൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം. അപ്പോൾ LOTയുടെ ഈ മൂട്ടിലൊക്കെ നല്ല കരിയുണ്ട്, ഉണ്ടല്ലേ. അപ്പോൾ നല്ലോണം അത് ക്ലീൻ ചെയ്യണം. LOT ഒക്കെ നല്ല മണ്ണെണ്ണ ഇട്ടിട്ട് തന്നെ നല്ലോണം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു LOTയുടെ അടുത്തൊരു കപ്പാസിറ്റർ ഇവിടെ ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. അത് മാത്രമല്ല STRൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഡിസ്ക് കാണാൻ പറ്റും, 651 kV 2 kVയുടെ ഡിസ്ക്. അത് കത്തി നിൽക്കുകയാണ്, അപ്പോൾ അത് മാറണം. ഓക്കെ, ഇപ്പോൾ ഡെഡാണ് ബോർഡ്, ഇപ്പോൾ ഡെഡാണ്. എന്തെന്ന് വെച്ചാൽ ഫീസ് ഇപ്പോൾ പോയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഫ്യൂസ് ഇട്ടാൽ ഉടനെ ഫീസ് വീണ്ടും കത്തിപ്പോവും, അതാണ് കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 ഡയോഡുണ്ട് പവർ സപ്ലൈയിൽ വരുന്ന. ആ 4 ഡയോഡും ചെക്ക് ചെയ്ത് ആ ഡയോഡ് ഒരു കുഴപ്പമില്ല, കൊള്ളാം, കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ STR കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, STR ഷോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ കത്തിയിരുന്ന ഡിസ്കും ഇവിടെ മാറിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പോൾ വേറൊരു പുതിയ ഡിസ്ക് ഇട്ടു. STR പുതിയതല്ല, പഴയ തന്നെയാണ് ഇട്ട്. ഇതാണ് കത്തിയിരുന്ന ഡിസ്ക്, അല്ലേ, വെടിച്ച് പിളന്നൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട്. അപ്പോൾ ഇവിടെ വേറെ ഫ്യൂസ് ഇട്ടു, STR ഒക്കെ ഇത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഡിസ്കും മാറ്റി. അതേപോലെ തന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ഇവിടെ വരുന്ന 120 വോൾട്ട് 47 UFൻ്റെ കപ്പാസിറ്ററാണ്, അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ STR ഒക്കെ കറക്റ്റ് നമ്പർ ഇടണം, ഇല്ലെങ്കിൽ വീണ്ടും ഫ്യൂസ് അടിക്കുന്ന കംപ്ലൈൻറ്റ് വീണ്ടും വരും. ഓക്കെ, അപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഓൺ ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. പിന്നെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തു, ബേസ് ബോർഡ് ഉൾപ്പെടെ ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പവർ LED വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓസിലേഷൻ വരുത്തണം. അതിനതാ പവർ ബട്ടൺ പ്രസ് ചെയ്തു, ഇപ്പോൾ ഓസിലേഷൻ വന്നിട്ടുണ്ട്. ഇനി സ്ക്രീൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ അതാ കറക്റ്റായിട്ട് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.